അച്ചായനെ വിളിക്കാം, സബാസ്റ്റിച്ചാൻ. അച്ചായോ ചായോ ഓ എഴുന്നേറ്റ് വാ. അയ്യോ എന്തോ ഉറക്കോ ഇത്? ഓ ചായ ഇന്നലെ പാതിരാത്രി നിങ്ങൾ ഈ കല്ലറ ബുക്ക് എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്നതാണല്ലോ. സൗണ്ട് കേട്ടു, ഇന്നലെ രാത്രി ഇത് തുറക്കുന്ന സൗണ്ട് കേട്ടു. എവിടെ പോയാ നിങ്ങള്? എന്റെ ഒരു പഴയ കാമുകി ഇന്നലെ മരിച്ചു ഇവിടെ വന്നായിരുന്നു. ഞങ്ങള് തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. അപ്പൊ അവളെ ഒന്ന് കാണാൻ വേണ്ടി അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അത് ശരി. അപ്പൊ ചത്ത് കഴിഞ്ഞാലും കുറുക്കന്റെ കണ്ണ് എപ്പോഴും കൂട്ടി തന്നെ. അതങ്ങനെ ആയിരിക്കുമല്ലോ. നീ ഇന്നലെ രാത്രി ഇന്ന് കാണാം ഇവിടെ കിടന്ന് തെറി പറഞ്ഞത് ഉറക്കത്തി തോന്നലാണ്. തോന്നലോ? നീ പറഞ്ഞു എന്റെ ചെവിക്ക് കേട്ടോ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നുള്ള തോന്നലാണെന്നാ പറഞ്ഞത്. ആ തെറി പറഞ്ഞു. നല്ല ഉറക്കത്തിൽ കിടന്ന് തെറി പറഞ്ഞാലും എന്റെ സ്ഥിരം പരിപാടിയാ. അതെ അതെ അതെ. അവിടെ സെക്യൂരിറ്റി വരുന്നുണ്ട് കേട്ടോ. ആപാത വിരാതല്ലോ, വിരോധാഭാസം. അതെ അതെ, എന്ത് വിരോധാഭാസം എന്നൊന്ന് നോക്കിക്കഴിഞ്ഞ് ഞാനൊരു സെക്യൂരിറ്റി വലിയ ATM കൗണ്ടറിന്റെ മുമ്പിലാണ് നിൽക്കണമെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. കാരണം ATM കൗണ്ടറിന്റെ ഉള്ളിൽ പൈസ ഉണ്ട്. ഒരു ബാങ്കിലാണ് ഞാൻ നിൽക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതിനൊരു അന്തസ്സുണ്ട്. കാരണം ഈ ബാങ്കിന്റെ ഉള്ളിൽ പൈസ ഉണ്ട്. എന്നെ പോലുള്ള ഒരു കലാകാരനായ ഒരു സെക്യൂരിറ്റിനെ പിടിച്ചിട്ട് ഈ ശവക്കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് എന്ത് കാര്യത്തിനാണെന്ന് ആലോചിക്കുക. ഇതിന്റെയൊക്കെ സംഘാടകരുടെ പ്രാന്തന്മാരാണോ അവന്മാര്? ആരും കേൾക്കണ്ട. ഇമാരെ വെളിവില്ലായ്മയാണല്ലോ നമ്മുടെ വയറ്റിപ്പഴുപ്പ്. ഇനി ഏതെങ്കിലും ശവം എഴുന്നേറ്റ് ഇതിന്റെ ഓണറുടെ അടുത്ത് എന്ന് എന്തിനാ വെറുതെ ശവങ്ങളുടെ അടുത്ത് കൊണ്ടെന്ന് സെക്യൂരിറ്റിനെ നിർത്തിയേക്കണമെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കഞ്ഞൂടി മുട്ടി പോകും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചേ, നമ്മൾ ഇത്രയും പേരില്ലേ, പിന്നെ പുള്ളിക്ക് ഇത്ര ഏകാന്തത എന്തോന്ന് ചോദിക്കും. നമ്മളെ അയാൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾ പറയുന്നതോ ഒന്നും ഒക്കെ കേൾക്കാനും പറ്റത്തില്ല, നമ്മളെ വിട്ട് കാണാനും പറ്റത്തില്ല. ഇയാൾ കിടന്ന് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അത് കാണാം. എന്റെ ഈ വിരഹം മാറാൻ ഞാൻ എന്ത് ചെയ്യൂന്ന് പറ. എന്നും അതെ, ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, നേരം വെളുക്കണവരെ ഇങ്ങനെ ഇരിക്കുക, നേരം വെളുത്ത് കഴിഞ്ഞാൽ നമ്മൾ പോവുക, അടുത്ത ആളുടെ ഡ്യൂട്ടിക്ക് വരിക. എന്റെ വിരഹം അങ്ങനെ മുളച്ചു നിൽക്കണോണ്ട് ഞാൻ എന്ത് ചെയ്യും എന്റെ വിരഹം മാറാനായിട്ട്? അവളെ ഒന്നങ്ങ് വിളിക്കാം. പുള്ളിയുടെ പെണ്ണുപിള്ളെ വിളിക്കാൻ വന്നു. കേക്കാം. ഹലോ അല്ല, എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ഞാൻ എത്ര പ്രാവശ്യമായിട്ട് വിളിക്കാം? 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യം വിളിച്ചപ്പോഴും നീ വേറെ ആരാണ് മറ്റൊരു കോളിലാണെന്നാണല്ലോ പറയണേ. ഇത് എന്താ എന്റെ സംഭവം എന്നാ? അയ്യോ ചേട്ടാ, കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി ഓട്ടോക്കാരനെ വിളിക്കുവായിരുന്നു ഞാനേ. ഓട്ടോക്കാരനെ വിളിക്കുമായിരുന്നോ? എടി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനും നീയും പിന്നെ നിന്റെ ഭർത്താവും അല്ലാതെ നിന്റെ ഫോണിലേക്ക് ആരും വിളിക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അല്ല, അപ്പൊ ഭാര്യയാണെന്ന് പറഞ്ഞു. ഭാര്യ വല്ലവന്റെ ഭാര്യ. ഞാൻ പിണങ്ങും. ഓ, ആ പിണ്ണാക്ക് മോറാൻ വരാൻ കണ്ട ഒരു സമയം. ഇയാള് ചുറ്റിക്കളി. ഇയാൾ ഇവിടെ ആയതുകൊണ്ടാ. വേറെ വല്ല സ്ഥലങ്ങളിലായിരുന്നുണ്ടല്ലോ എത്ര പേരെ ജീവൻ കളഞ്ഞെന്നറിയാം. ഒരു കാര്യം ചെയ്യാം, ഹൊറർ ഒന്ന് വായിക്കാം. അപ്പൊ അതാകുമ്പോ പേടിയും വരും, ഉറക്കവും മാറും, ഉന്മേഷം ഉണ്ടാവും, ചോരയൊക്കെ അങ്ങ് തിളച്ചു നിൽക്കും. അപ്പൊ അതൊന്ന് നോക്കാം. പേടിപ്പിക്കുന്ന സംഭവം വായിക്കാൻ പോകുന്നത്. മൂക്കിലെ പഞ്ഞെത്തി ജപിക്കാത്ത കേൾക്കണ്ട. ഓ, അതിന്റെ ഒന്നും ആവശ്യമൊന്നും. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയൊന്നും. അത് കുഴപ്പമില്ല, പറഞ്ഞതേ ഉള്ളൂ. രാത്രിയുടെ 4-ാം യാമത്തിൽ ദൂരെ നിന്നും ഒരു കുതിര കുളമ്പടി കേൾക്കുന്നു. ചെന്നായ്കൾ ഊരിയിടുന്നു. അങ്ങനെ ചെന്നാതെ പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ടാണ് നടക്കണത് ഊരിയിടാൻ. ഊരിയിടുന്നു എന്ന് കടവാവലുകൾ കൈകൊട്ടുന്ന ശബ്ദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു നടക്കുന്നു. എങ്ങും ശ്മശാന മൂകത. അതെന്നാ, ചെന്നായ ഓരിയിട്ടിട്ട് കൈയടിക്കും പോലെ ഈ കിളിയൊക്കെ പറന്ന് നടക്കുമ്പോൾ എങ്ങനെ ശ്മശാന മൂകത ഉണ്ടാവും? ധാരാളം വേണത് എഴുതി വെച്ചേക്കണത്. അവൻ്റെ മുന്നിലേക്ക് ചുവന്ന കണ്ണുകളും നീണ്ട ദംഷ്ട്രങ്ങളും കണ്ണിലൂടെ ചോരയിറ്റി അടിക്കുന്ന രീതിയിൽ ജയറാം കോളറുമായി അവൻ വന്നിറങ്ങി. ജയറാം കോളർ പഴയ ജയറാം സിനിമയിലൊക്കെ ജയറാം ഇങ്ങനെ കോളർ മുക്കി വെക്കൂലേ, അതേപോലെ ഡ്രാക്കുള കോളർ മുക്കി വെച്ചെന്നാണ് പറയണത്. അങ്ങനെ കൂർത്തു നീണ്ട പല്ലുകൾ ബാബാ സുരേഷിന്റെ രാജബെമ്പാല വെനം കുത്തിയിറക്കുന്ന പോലെ അവന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി ഡ്രാക്കുള. ചോര നാരങ്ങാ ജ്യൂസ് കുടിക്കണാര് വലിച്ചു കുടിക്കുകയായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നും രോമം ഓരോന്നായി താഴെ വീണു. ചോരകൾ കട്ട പിടിക്കുന്നതായിട്ട് അവൾ തോന്നി. ഈ സൈസ് നോവലുകളൊക്കെ എഴുതി കഴിഞ്ഞ് രാത്രി എങ്ങനെ കിടന്ന് ഉറങ്ങും? ഇവനൊക്കെ ഒരു മൂടില്ലാത്ത രീതിയിലൊക്കെ എഴുതും. ഇതിൻ്റെ കൂടെ ഇത്തിരി ഒരു ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ
ഒരു സുഖം ഉണ്ടാവുള്ളൂ. നിങ്ങളെന്തിനാ ഇത് കൂട്ടിക്കറിയിക്കണത്? എനിക്ക് പേടിയാ, വായിച്ച കാണില്ലേ ചോര ഊറ്റി കുടിക്കുന്നത്. ആ നിങ്ങളല്ലേ വലിയ ഡയലോഗ് അടിച്ചത്, മൂക്കിലോ പഞ്ഞി എടുത്ത് ചെവിയിൽ വെച്ചോ ഹൊററാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കാണ് എത്ര പേടി? ഇത് ത്രസിപ്പിക്കണ സാധനം അതുണ്ട്. ഇനി അടിപൊളിയായിരിക്കും. ജസീല, അവൾക്ക് പ്രായം 18. ഇനിയിപ്പം ഇടതോർന്ന കാർകൂന്തൽ താഴെയിട്ട് തൂങ്ങിക്കിടന്നാടുന്നു. കടഞ്ഞെടുത്തതുപോലെയുള്ള കാലുകൾ, നല്ല തണുപ്പുള്ള രാത്രി. അവൾക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ ഉറക്കം കെടുത്തിയത് ആരാണ്? ആരായാലും ആരാ? ഭാഗ്യവാനായിരിക്കും. അവൾ പതിയെ ഉറക്കം വരാഞ്ഞിട്ട് നേരെ ജനലിന്റെ അരിയിലേക്ക് വന്നു. നിർത്തല്ലേ, വായിക്ക്. ജനലിന്റെ വാതിൽ അവൾ മെല്ലെ തുറന്നു. അതെന്താ മെല്ലെ തുറന്ന്? മെല്ലെ ബിജാഗിരിക്ക് ശകല ഇളക്കം കാണും, അത് പതുക്കെ തുറന്നു വരുക. ശകല എണ്ണ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെയാ? സെക്യൂരിറ്റി ജീവനക്കാരനായ ചെറുപ്പക്കാരനെ അവൾ കണ്ടു. മുറിയിലെ ലൈറ്റിന്റെ പ്രകാശത്തിൽ പ്രകാശൻ എന്നു പേരുള്ള സെക്യൂരിറ്റി അവളെ കണ്ടു. ആ ജെസിയിലെ വീട്ടിലെങ്ങാനും പോയിരുന്നാ മതിയായിരുന്നു സെക്യൂരിറ്റി ആയിട്ട്. ഇവിടെ വന്നു വെച്ച് എന്ത് കാര്യത്തിനാന്ന് പറ. പക്ഷെ വായിക്കും മോശേ. പിന്നെ ഒന്നും നോക്കിയില്ല. ജസീല രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു കൊടുത്തു. എന്നിട്ട് സെക്യൂരിറ്റി അകത്തേക്ക് കടന്ന് അവളെ കോരിയെടുത്ത് വാരിപ്പുണർന്നു. ബാക്കി തുടരൂന്ന്. എന്റെ പിന്നെ ഇനി പൊട്ടണ ഞരമ്പുമായിട്ട് ഒരാഴ്ച ഞാൻ കാത്തു നിൽക്കണമല്ലോ. എന്ത് ചെയ്യൂന്ന് പറ. ഈ മനുഷ്യൻ ഒന്നാമത് കൊറ കണ്ട് പേടിച്ച് ഒന്ന് ത്രസിപ്പിക്കാൻ വേണ്ടി നോക്കി ഇപ്പൊ ഞരമ്പ് പൊട്ടിച്ചാവും. ഇപ്പൊ എന്ത് ചെയ്യും? സെക്യൂരിറ്റിയുടെ ജീവിതം ഇനിയും ബാക്കി. ആ മൂടങ്ങ് പോയി. വേറെ ആയാലും നല്ല ആൾക്കാരെ ഇവർക്ക് സെക്യൂരിറ്റി ആയിട്ട് വിട്ടത്തില്ലേ? മൂടായിട്ട് വന്നതാ. ഉച്ചക്കില്ലാത്തൊരു മനുഷ്യൻ. വെള്ളം കുടിച്ചിട്ട് വരാം. തൊണ്ടയും പറഞ്ഞിട്ട് പാടില്ല. അതെ നീ വന്നേടാ, നീ വന്നേ. ഇവരാരാന്നറിയോ ശരിക്കും? ഇല്ല. എന്റെ മോളെ കെട്ടിയവനാ. എന്റെ അമ്മായത്തിനോ? എന്തായാലും നിങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം ചെയ്തവരാണ്ടാ. അല്ലെങ്കിൽ ഒരുമിച്ച് മരിച്ചു ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. എന്നാ ഒരു വർഷമാകുമായിരുന്നു മരിച്ചിട്ട്. ആര്? ഒരേ ദിവസമാണ് ഞങ്ങൾ മരിക്കുന്നത്. അതെ അമ്മായിച്ചനും മരുമോനും ഒരേ ദിവസം മരിച്ചു. ഒറ്റ ദിവസം ഞങ്ങൾ മരിക്കുന്നത്. അത് കൊള്ളാലോ സംഭവം. ഇതെങ്ങനെ ഈ മരണം നടന്നത് അതൊന്നും എനിക്കറിയണമല്ലോ. ഇവന് എന്റെ വീട് വെള്ളവടി വീടാക്കി. ഓ അതെ, ഇവനെ ഇവിടെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ തിരിച്ചു പോകുന്നില്ല ചോദിച്ചപ്പോ ആ ദേഷ്യത്തിന് കുറച്ച് കൂട്ടുകാരുമായിട്ടിരുന്ന് വെള്ളമടിച്ചു. വെള്ളമടിച്ചു ഒന്ന് കുറ്റം പറഞ്ഞു. ഇപ്പൊ ശ്രീധനത്തിന്റെ കാര്യം എടുത്തിട്ട് ഏതാ ഞാൻ കൂടുതൽ കുറഞ്ഞു പോയെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശ്രീധനം വളരെ കുറവാണ്. ഇവൻ ഞങ്ങൾ മരിച്ചതുകൊണ്ട് ഞാൻ പറയാം വളരെ കുറവോ? 5 ലക്ഷം രൂപ 50 പവന് കുറവാണോ? അത് കുറവല്ല. ഒരു തേപ്പുകാരൻ കൊടുക്കാൻ പറ്റിയ അത്ര കൊടുക്കാൻ പറ്റുമോ? പക്ഷെ എന്റെ മോള് റിയാക്ക് വേണ്ടി ഞാൻ അത്ര കൊടുത്തു. പിന്നെ ഇവൻ ആ ശ്രീധരന്റെ കേസ് പറഞ്ഞു ഉടക്കായി. വെള്ളമടിക്ക് ഉടക്കായി. ആ കുപ്പി എടുത്ത് പൊട്ടിച്ച് കയറ്റി അങ്ങ് കൊടുത്തു. ഞാൻ വള്ളക്ക് കയറ്റി അന്നേരം ചത്തു. അതെല്ലേ? അന്നേരം തീർന്നു. അല്ല നിങ്ങളെങ്ങനെയാ ചത്തത്? നിങ്ങളല്ലേ ഇവനെ കുത്തിയത്? അതെ, ഇവനല്ലേ ആവണത്. നിങ്ങളെങ്ങനെയാ ചത്തത്? ഞാനിവനെ പിടിച്ച് ഇങ്ങനെ കുത്തുമല്ലോ. ഈ കുത്തിയ വഴിക്ക് അലമാരിയിൽ ചേർന്നാണ് ഇവനെ കുത്തിയത്. അലമാരിക്ക് കുലുക്കുണ്ടായി മേളിലൊരു കുഞ്ചി ഇരിപ്പുണ്ടായിരുന്നു. കുബേർ കുഞ്ചി വലിയൊരു പ്രതിമ. ഈ പ്രതിമ എന്റെ ഉച്ചയിൽ തന്നെ വന്ന് വീണു. അവിടെ വെച്ച് ഞാൻ തീർന്നു. സമാധാനമായി. അങ്ങനെയാണ് രണ്ടുപേരും കൂടി ഈ കലറക്ക് അപ്പുറം ഇപ്പുറം കൂട്ടായിട്ട്. അല്ല നിങ്ങൾ എങ്ങനെയാ മരിച്ചേ? ഓ എന്റെ കാര്യമൊന്നും പറയാതിരിക്കണം വേദം. ഞാനേ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഒന്ന് കയറി പറ്റണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനൊരു പ്രാക്ടീസ് ചെയ്തിട്ട് 100 തേങ്ങ തലക്കടിച്ച് പൊട്ടിച്ചു. അങ്ങനെ 100 തേങ്ങ തലക്കടിച്ച് പൊട്ടിച്ച് ഞാൻ ആ റെക്കോർഡ് വാങ്ങി. അവാർഡും വാങ്ങി കഷ്ടത്തിൽ വെച്ച് ഞാൻ ഇറങ്ങി നടക്കുമ്പോ ഒരു വെള്ളക്ക വന്ന് തലയിൽ വീണതാ. അതോടെ തീർത്തു. വിധി എന്ന് പറഞ്ഞ നിമിത്തം എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ 1 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് അല്ലേ? എന്റെ മോള് വരും ഇന്ന് കാണാൻ. എന്റെ ഭാര്യ വരും. എന്റെ കലറെ വെക്കും കണ്ണോ പൂ. നമുക്ക് നോക്കാലോ. കലറൊക്കെ സെറ്റ് ചെയ്ത് നോക്ക്. കൊച്ചിന് പൂവൊക്കെ കണ്ടതല്ലേ. ഇച്ചിരി വെള്ളം കുടിക്കാന്നും പറഞ്ഞ് പൈപ്പ് തുറന്നപ്പോ പൈപ്പിൽ മൂത്രത്തിൽ കല്ല്. വെള്ളമാണെങ്കിൽ ഇറ്റിറ്റവന്നെ. ഞാൻ എന്ത് ചെയ്യും?
എന്റെ അപ്പച്ചൻ. അപ്പച്ചനാണ് മരിച്ചേ. ഞാൻ കരുതി ഭർത്താവായിരിക്കുന്ന നേരത്തെ. ഭർത്താവാണെങ്കിൽ ഞാൻ അതേ പിടിച്ച് കയറി ഒന്ന് അങ്ങ് ആശ്വസിപ്പിക്കാലോ എന്ന് കരുതി. ഭർത്താവും മരിച്ചുപോയി. ഭർത്താവ് മരിച്ചു? ആ. എന്റെ ദൈവമേ, അവന്റെ എന്താ സന്തോഷം ഏട്ടാ? സന്തോഷം കൊണ്ടാ അല്ല സങ്കടം കൊണ്ടാ. ഞാൻ ചിലപ്പോ കയറി പിടിക്കും. അല്ല സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. പ്ലീസ് എന്നെ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. അല്ല ഒരു കാര്യം ചെയ്യാവോ? എന്നാ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പഞ്ച് കിട്ടാൻ വേണ്ടിട്ട് ഞാനൊരു മ്യൂസിക് കിട്ടട്ടെ എന്റെ മൊബൈലില്. ഓ, ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്. ഇത് മാത്രല്ല വേറെ എന്താ. അത് പറയണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ മാനം പോകും. അപ്പച്ചൻ ഇവിടെ നിങ്ങൾ എന്നെ കാണിക്കണത്? ഞാൻ എന്തേ കാണിച്ചത്? ഞാൻ എന്തേ കാണിച്ചത്? നിങ്ങൾ എന്താ കാണിച്ചതെന്നോ? നിങ്ങൾ എന്തേ കാണിച്ചത്? അല്ല ഞാൻ കാണിച്ച വേറെ ഒന്നുമല്ല. ഞാൻ ആ മ്യൂസിക് ഇട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ ശനിയാഴ്ച പാണ്ടിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു മിക്സി കടം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാൾമെന്റിലെ. അവൻ എന്നെ ഈ സമയത്ത് അവൻ കയറി അങ്ങ് വിളിച്ച്. അവൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ മറ്റേ മ്യൂസിക് കണ്ടിന്യൂ ചെയ്തിട്ട് പ്രാർത്ഥന അങ്ങ് ഏറ്റുപോയനെ. അതുകൊണ്ടാണ് ഇവിടെ താളം തെറ്റിയത്. അതാണ് ഞാൻ പെട്ടെന്ന് ഡാൻസ് ചെയ്യുമ്പോ ആ മൂടായിപ്പോയി. ഞാൻ വേറെ മൂടായിപ്പോയി. വേറെ മൂഡില്ല ചേച്ചി, വേറെ മൂഡിലാവണം ചേച്ചി എന്ന് എനിക്ക് പണ്ട് മുതൽ അറിയാൻ. അല്ല ഞാൻ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന മുടക്കണ്ട. എന്നാ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് മോള് ചേച്ചി എടി നീ അവനോട് അധികം സംസാരിക്കല്ലേ, അവൻ വേറെ ഒരു സ്വഭാവക്കാരനാണ്. അലക്സാ, എന്തിനു പരിപാടിയാ കാണിച്ചത്? ഇങ്ങനൊക്കെ പോയി ഇവിടെ വന്ന് കിടന്നാ മതിയോ? ഞാൻ എങ്ങനെ പിള്ളേരെ വളർത്തുവന്നാ? മോനാണെങ്കിൽ ടീഷർട്ട് വേണം, മോക്കാണെ ചുരിദാർ വേണം, എനിക്കാണെ ഒരു നല്ല സാരി എടുത്തിട്ട് കാലം എത്ര ആയെന്നറിയോ? അച്ഛൻ ഇവിടെ വന്ന് കിടന്നാ മതിയോ? ഹലോ, പുള്ളി മരിച്ച് ലുലുമാളിലേക്കല്ല പോയെ, കല്ലറയിലേക്കാ. ഇതൊക്കെ ലുലുമാളിൽ ചെന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ, ഇവിടെ പറഞ്ഞാൽ കിട്ടില്ല. ചേട്ടനൊന്നും മനസ്സിലാക്കണം. ഭർത്താവില്ല, അച്ഛനില്ല, അങ്ങനത്തെ ഒരാളാ ഞാന്. അതെല്ലേ? ഇത് എങ്ങനെയാ ഈ അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു ആള്? അച്ഛൻ വെച്ചാല് എന്റെ അച്ഛൻ കേട്ടോണം, അച്ഛനെ പറ്റി പറയാൻ എന്നെ പോവാണ്. പറ്റി പറയുക. എന്റെ മോള് എന്നെ കുറിച്ച് പറയാ കേട്ടോ മാഷേ. ഞാൻ കേട്ടോളാം. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ അച്ഛനെ കുറിച്ച് പറഞ്ഞ ഇതുപോലൊരു തോൽവി മനുഷ്യൻ ലോകത്തില്ല. ഞാൻ പറഞ്ഞോ, ചേട്ടൻ ഒരു കാര്യം അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഭാര്യ അതിൽ 3 പിള്ളേരും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. കേക്ക് മെനകൃതി. ആ, അവര് സ്വത്തിന് വേണ്ടിട്ട് വീട്ടിൽ വന്നേക്കുന്നു. ഇതുപോലെ തോൽവി ഒരു അച്ഛൻ തലയ്ക്ക് മേളിൽ ഞാൻ പറഞ്ഞോ, അവൾ എന്നെ കാണാനാണ് വന്നത്. അവക്ക് എന്നോടാണ് സ്നേഹം. ഞാൻ പറഞ്ഞോ. അല്ല അച്ഛനെ കുറിച്ച് കേട്ടു. ഇനി ഈ ഭർത്താവ് എങ്ങനെ ഉള്ള ആളായിരുന്നല്ലോ എനിക്ക് പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അലക്സ ചായൻ, എന്റെ അലക്സ ചായൻ മണ്ണുണ്ണിയായിരുന്നു. എന്താണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തന്നെ അങ്ങ് നിപ്പ. വീട്ടില് ഒരു ജോലിക്കും പോത്തില്ല. അയ്യോ, അത് വേറെ സംഭവം. അങ്ങനെയുള്ളവൻ കല്യാണം കഴിച്ചതേ തെറ്റ്. അവൻ വീട്ടിൽ വന്ന് നിന്നത് തെറ്റ്. പിന്നെ ഒരു പണിക്കും പോവില്ല, അത് മൊത്തം തെറ്റ്. എന്നിട്ട് അച്ഛനോട് പറയാതാ സ്ത്രീധനം കൂടുതൽ വേണം, സ്ത്രീധനം കൂടുതൽ വേണോന്ന്. സ്ത്രീയല്ലേ ധനം. ഈ കഥ എങ്ങാനും ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഈ സെക്യൂരിറ്റി പണിക്ക് നേരം വെളുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് അവനെ തല്ലിക്കൊന്നേനെ. അത് ഇത്ര സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാമോ? മോള് വിഷമിക്കരുത്, ഇത്രയൊക്കെ ആസ്വദിക്കുക. കുട്ടിക്കാണെങ്കിൽ അച്ഛനും ഇല്ല, ഭർത്താവും ഇല്ല. കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എന്നെ വിവാഹം കഴിക്കാൻ കുട്ടി ഞാൻ സമ്മതിക്കും. എനിക്ക് തോന്നി ഇതാ ഞാനേ സമ്മതിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാം. എടി സമ്മതിക്കരുത്. പറയുന്നത് എനിക്ക് കൊണ്ട് ലോജിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭർത്താവില്ലല്ലോ. ഇല്ലല്ലോ. നിങ്ങൾക്ക് ഭർത്താവില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഭാര്യ ഉണ്ടാവണമല്ലോ. എനിക്ക് ഭാര്യ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവില്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യ ആവണോ ഭർത്താവാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്തോന്നൊക്കെ പറയുന്നേ? ഞാൻ കരുതിയതുണ്ടല്ലോ, അവള് അവന്റെ വലയിൽ വീണു പോകുന്നു. ശരിക്കുവേ ചേട്ടൻ എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ഒറ്റ വാക്കിലൊന്ന് ചോദിക്കാവോ? എന്റെ പൊന്നെ, ഞാൻ ഇച്ചിരി സാഹിത്യകാരനായത് പോയതുകൊണ്ടാണ്. ഞാൻ ഇതല്ല, ഞാൻ എന്റെ കഴിവ് വേറെയാ. അതുകൊണ്ട് ഞാൻ നേരിട്ട് എങ്ങോട്ട് ചോദിക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് കുട്ടീനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കുട്ടിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എപ്പ സമ്മതിച്ചെന്ന് ചോദിച്ചാ മതിയല്ലോ.